ഡോക്ടർ ആകണോ? വേണ്ട. സയന്റിസ്റ്റ്? ഒട്ടും വേണ്ട. എഞ്ചിനീയർ ആകണോ? തീരെ താല്പര്യമില്ല. +2 സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. സയൻസ് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ആണ് 10ാം ക്ലാസ്സിൽ സയൻസ്. എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? 10ാം ക്ലാസ്സിൽ സയൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കും സ്കോർ ചെയ്ത് A+ഉം A1ഉം ഒക്കെ വാങ്ങി സയൻസ് പഠിക്കാൻ ഇഷ്ടത്തോടെ 11th 12th ഹയർ സ്റ്റഡീസിനായി CBSEയോ സ്റ്റേറ്റ് ബോർഡോ ISEയോ ജോയിൻ ചെയ്തത് ശേഷം കുട്ടികളുടെ എല്ലാം ഒറ്റ വാക്കാണ്, എനിക്ക് ടഫ് ആകുന്നത് സയൻസ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകളിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് സയൻസ് വിഷയങ്ങളിൽ പുറകിലേക്ക് പോകുന്നു? സയൻസ് വിഷയങ്ങളിൽ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളും നാളെ ദുഃഖിക്കേണ്ടി വരും. എന്തുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഇത്ര ഈസി ആവുന്നു? എന്തുകൊണ്ട് +1 +2 ടഫ് ആവുന്നു? ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 10th സ്റ്റാൻഡേർഡിൽ സയൻസ് വിഷയങ്ങളെ CBSEയോ സ്റ്റേറ്റും ഏതുമായിക്കോട്ടെ വിദ്യാർത്ഥികൾ ഇത്രയധികം ഇഷ്ടപ്പെട്ടതിന്റെ കാരണം വളരെ കുറച്ചേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇൻ ഡെപ്തിലുള്ള പോർഷൻ ഉണ്ടായിരുന്നില്ല. അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ മനസ്സിലാക്കണം, CBSE 10ാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിക്കാനുള്ളത് 60 പേജസ് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അത് മാത്സും കെമിസ്ട്രിയും ഏത് സബ്ജക്റ്റ് എടുത്താലും അത്രയും പേജസേ ഉള്ളൂ. ഇനി സ്റ്റേറ്റോ CBSEയോ ISEയോ ഏതും എടുത്തോ, 10ാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ളത് 100 പേജസിൽ താഴെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് CBSEയും ISEയും സ്റ്റേറ്റ് ബോർഡിലും എല്ലാം ഉള്ളത്. പക്ഷെ നമ്മുടെ മക്കൾ 11th ക്ലാസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ പഠിക്കേണ്ട ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ പേജിന്റെ എണ്ണം 450 അടുത്തേക്ക് എത്തുന്നു. അതായത് ഒരു വിഷയത്തിന് 450ഓളം പേജസ്. കെമിസ്ട്രിയും അതുപോലെ, മാത്സും ബയോളജിയും ഒക്കെ അതേപോലെ. അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ 6 ഇരട്ടി സിലബസ് ആണ് +1 നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇനി 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് വെറും 20 ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് ഒക്കെ ഡയറക്റ്റ് ഇക്വേഷൻസും, F=ma, എഫും തരും എമ്മും തരും, A മാത്രം കണ്ടുപിടിക്കുക, ഈ ഡയറക്റ്റ് ഇക്വേഷൻസിന്റെ പാറ്റേണിലാണ് പഠിച്ചിരുന്നതെങ്കിൽ +1 കയറിയാൽ ഒരു ചാപ്റ്ററും 2 ചാപ്റ്ററും എടുക്കുമ്പോൾ പഠിക്കണം 20ഓളം ഇക്വേഷൻസ്. ഇതൊന്നും ബേസിക് ലെവലിലല്ല പഠിക്കേണ്ടത്. ഓരോ ഇക്വേഷന്റെയും ഡെറിവേഷൻ ഉൾപ്പെടെ പഠിക്കണം. ഈ ഡെറിവേഷൻ ഉൾപ്പെടെ പഠിക്കാനുള്ള വാക്കുകൾ പോലും 10ാം ക്ലാസ് വരെയുള്ള സിലബസിൽ ഇല്ല. അപ്പോ ഇത്രയും ഒരു ചേഞ്ചസ് ആണ് 10ാം ക്ലാസ്സിന് ശേഷം 11th 12th ക്ലാസ്സിൽ സയൻസ് വിഷയങ്ങളിൽ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ 5 ഇരട്ടിയോളം പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് ബേസിക് കോൺസെപ്റ്റ് മുതൽ പഠിച്ചു തീർത്ത് ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും ഇൻ ഡെപ്തിൽ നോളജ് നേടി കോൺസെപ്റ്റ് ശരിയാക്കി ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാനുള്ള ലെവലിലേക്ക്, അത് തിയറി ലെവലാകട്ടെ ന്യൂമറിക്കൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആവട്ടെ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കുട്ടി പഠിച്ചു തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് സയൻസ് വിഷയങ്ങളെ വെറുക്കുന്ന രീതിയിലേക്ക്, സയൻസ് വിഷയങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ സ്ട്രെസ്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 11th ക്ലാസ് തുടങ്ങുന്നതിനുള്ള ഇൻ ബിറ്റ്വീൻ ടൈം എല്ലാ വിദ്യാർത്ഥികൾക്കും 2 മാസം 3 മാസം കൃത്യമായ വെക്കേഷൻ കിട്ടുന്നു. ഈ വെക്കേഷൻ സമയത്ത് 10ാം ക്ലാസ്സിൽ നിന്നും +1 പഠിക്കാനുള്ള ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഗ്യാപ്പിനെ സബ്ജക്ട് വൈസും കോൺസെപ്റ്റ് ബേസും അനലൈറ്റിംഗ് കപ്പാസിറ്റി ലെവലിലും ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാനുള്ള ലെവലിലും ഒക്കെ അവരുടെ കോൺഫിഡൻസിനെ ഇംപ്രൂവ് ചെയ്താൽ, അവരുടെ സബ്ജക്ട് നോളജിനെ ഇംപ്രൂവ് ചെയ്താൽ ഈ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു സമ്മർ വെക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമായ ബ്രിഡ്ജ് കോഴ്സ് വിദ്യാർത്ഥികൾക്കായി ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ആലപ്പുഴ ക്യാമ്പസിലോ കോട്ടക്കൽ ക്യാമ്പസിലോ കൂടാതെ ഓൺലൈൻ കോഴ്സായും ഈ ബ്രിഡ്ജ് കോഴ്സ് പഠിക്കാം. ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വിഷയങ്ങൾ, 11th 12th ക്ലാസ്സിലെ ടോപ്പിക്സുകൾ, നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് ബേസ് ക്ലിയർ ആകുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആണ് ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ് വരെ സയൻസിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ മക്കളെ സയൻസ് ഇഷ്ടമില്ല, സയൻസ് ടഫാണ് എന്ന് പറയുന്നതിൽ നിന്ന് മാറി
എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് സയൻസ് ആക്കി മാറ്റാനുള്ള ബ്രിഡ്ജ് കോഴ്സിന് ഇന്ന് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. മികച്ച ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് 11th 12th ക്ലാസ്സിന്റെ പഠനവും എൻട്രൻസിനുള്ള പ്രിപ്പറേഷനുമുള്ള ബേസിക് ക്ലാസ്സുകൾ നമുക്ക് മികച്ചതാക്കി മാറ്റാം. ചെയ്യേണ്ടതൊന്നു മാത്രം, ഇന്ന് തന്നെ ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ബ്രിഡ്ജ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുക, മികച്ച ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, വിജയം നേടുന്ന മക്കളാക്കി അവരെ മാറ്റി തീർക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.